എടാ മോനെ, നീ ഇതുവരെ എണീറ്റില്ലേ? എടാ അച്ഛൻ്റെ കൂടെ കല്യാണം വിളിക്കാൻ പോകണ്ട, എണീക്കാനേ. മോനെ, നീ എത്ര നേരമായിട്ട് കിടക്കുന്നു? ഒന്ന് എണീച്ചേടാ, വാടാ. എടാ മോനെ, എത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിക്കുന്നു. ഇന്നലെ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങി അപ്പോട്ടാ. എന്നിട്ട് കണ്ടോ ഇവന്റെ ഒരു കളി. എണീച്ചേടാ. രാത്രി 12 മണി വരെ മൊബൈലുമായിട്ട് കിടന്നവനാ. കിടക്കട്ടെ, നീ വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട. അച്ചായി ഇതെന്നെ അച്ചായി, ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. വേണ്ടടി, കൊച്ചിന് വെറുതെ ശല്യപ്പെടുത്തരുത് കേട്ടോ. മോനെ നീ ഉറങ്ങിക്കോട്ടാ. അച്ഛയുടെ പുത്ത് ഉറങ്ങിക്കേട്ടാ. അച്ഛനും മോനും ഇപ്പൊ ഒന്നായി. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, ഞാനും വരും. അമ്മേ, അല്ലെങ്കിൽ ഞങ്ങൾ പണ്ടേ ഒന്നല്ലേ പിന്നെ. അപ്പോട്ടാ അടുത്ത ആഴ്ച അവന്റെ കല്യാണ. എടി പാറു, അത് പറഞ്ഞപ്പോ ഇവന്റെ നാണം കണ്ടില്ലേ? എടാ എടാ കള്ള, എടാ നിന്റെ കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങളെ ഈ മുറി കേറ്റുവാടാ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ കേട്ടോ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എടാ മോനെ, എടാ എഴുന്നേക്കടാ. ഇന്നത്തെ കൊണ്ട് നമുക്ക് കല്യാണം വിളി അവസാനിപ്പിക്കണം. എഴുന്നേറ്റ് 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 എഴുന്നേറ്റ്. ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ റെഡിയായിട്ട് വരാം. രാവിലെ വാടാ, നേരം പോയി. ആഹാ, അച്ഛനും മോനും കൂടി എത്ര നേരം റെഡി ആയിട്ട് ഇതുവരെ കല്യാണം വിളിക്കാൻ പോയില്ലേ? ഇതൊക്കെ പുള്ളകളി എപ്പോഴും. എനിക്കാണ് ടെൻഷൻ കൊണ്ട് മേല. നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഇവന്റ് മാനേജ്മെന്റ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ അച്ഛനമ്മയ്ക്കുണ്ടേ, ഞാൻ അവർ ചോദിച്ചു വിളിക്കാം കേട്ടാ. ആ പോകണം പിന്നെ ചുമ്മാ പിന്നെ ഓ. കുറെ നേരമായി ചിരിച്ചോണ്ട്. ഇതേ അവിടെ വിളിയാ. രാത്രി 12 മണി വരെ ഈ ഫോൺ ചെയ്ത്. അമ്മേ മഹാമായി, എന്നെ കളിയാക്കാതിരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറ മോനെ, അമ്മ ഒന്നും പറയില്ല. മീനാക്ഷിയും അവളുടെ അമ്മയും ഇവിടെ പന്നിക്കോട്ട് അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചെല്ലാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അച്ഛനോടും അമ്മയോടും പറയാതെ ഞാനൊന്നും പറയില്ല പറഞ്ഞു. ഞാൻ പൊക്കോട്ടെ പ്ലീസ്. സേവിതട എന്നും പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ 2 പേരും കൂടി പാർക്കിലും ബീച്ചിലും ഒക്കെ കറങ്ങി അടിച്ച് നടക്കുമില്ലായിരുന്നു. മക്കൾ ഇന്നലെ എപ്പോഴാ വന്നേ? ഇനിയിപ്പം പോണോ? പ്ലീസ്. അമ്മാവനും അമ്മായിയൊക്കെ ഇപ്പൊ വരും. അവർ വന്നിട്ട് നീ പോയിക്കോ, അല്ലേ പോട്ടാ കേട്ടാ. എന്റെ ചക്കരമ്മയല്ലേ, ഇട്ടൊന്ന് വരാമേ പ്ലീസ്. പോണെങ്കിൽ പോട്ടടി. നമ്മുടെ കല്യാണത്തിന് മുമ്പ് എവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്ന ഓർമ്മയുണ്ടോ? അപ്പോട്ട് ബൈക്ക് കിടക്കുന്നു. നിങ്ങളാണ് ഈ ചെറുക്കനെ കളയുന്നത്. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുഞ്ചിച്ച് വഷളാക്കുക. ദേ ജോത്സ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 1 വർഷത്തേക്ക് ബൈക്ക് കൊടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജോത്സ്യന്മാര്, അമ്മ മുന്നിൽ മാറിക്കേ, ഞാൻ ബോട്ടിങ് വരാം. ദേ അപ്പോട്ടാ അവൻ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നേ. എടാ മോനെ, നീ ഹെൽമെറ്റ് വെക്കടാ. മേലോത്തെ പപ്പൻ നമ്പൂതിരി മോന്റെ ജാതകത്തെ പറ്റി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേമൻ, മഹാപണ്ഡിതൻ, ഈ പ്രപഞ്ചം മുഴുവൻ കീഴടക്കാൻ കഴിവുള്ളവനായിട്ട് അവൻ മാറും. അതെ അതെ, ഈ വൃശ്ചികം 10 വരെ ചെറുക്കന് കണ്ടകശനിയാ. അതെല്ലാം ശരിയാ, നീ സമാധാനിക്കേ. പിള്ളേരല്ലേടി, അവർക്ക് ഈ ജ്യോത്സ്യത്തിൽ നിന്നും ഒരു വിശ്വാസവും. അതെ, നമ്മുടെ തങ്കച്ചനാ. ഹലോ ഹലോ, അപ്പു. ആ എന്നാ അപ്പു അല്ലേ? ഞാനാ തങ്കച്ചൻ. എന്നാ നമ്മുടെ രാഹുലിന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി. സീരിയസാ, മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്താ ഇതൊക്കെ?
ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ. മോൻ നമ്മളെ വിട്ടുപോയിട്ട് 2 മാസമായില്ലേ? മോന്റെ അവയവങ്ങള് ആർക്കൊക്കെയാണ് ദാനം ചെയ്തേക്കുന്നെന്ന് അറിയാവോ അപ്പോട്ട? ഞാൻ ഒത്തിരി അന്വേഷിച്ചു. അതെല്ലാം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമല്ലേ. ഹാർട്ട് സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ റിജിയുടെ അനിയൻ്റെ മോനാണ്. എന്താ പറഞ്ഞേ? എനിക്കൊന്ന് അയാളെ കാണണം. എന്നൊന്ന് കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുപോകാം. നീ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, ഞാൻ അകലെ മാറി നിന്ന് കണ്ടോളാം. കരയണ്ട, നീ എഴുന്നേക്ക്, നമുക്ക് പോയിട്ട് വരാം. ഹലോ, ഡോക്ടർ റജി സാറല്ലേ? സാറേ, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. വരൂ. മാത്യു, രാഹുലിൻ്റെ അച്ഛനും അമ്മയാണ് കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പം മാത്യുവിന് എങ്ങനെയുണ്ട്? ഭക്ഷണമൊക്കെ കഴിക്കാവോ? അങ്കിൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഹാർട്ട് ബീറ്റ് കറക്റ്റാണ്. 4 മാസത്തെ റെസ്റ്റ് കൂടെ ആവശ്യമാണ്. അപ്പോട്ടാ, നമ്മുടെ മോനെ ഞാൻ നിന്റെ അമ്മയാണ്. അമ്മയെന്നൊന്ന് വിളിക്കടാ. അത് നമ്മുടെ മോനല്ല. എന്റെ മോനാ, എന്റെ മോൻ തന്നെയാ. അത് ഒരു സംശയമില്ല. ഇതെന്റെ രാഹുൽ തന്നെയാ. എനിക്കെല്ലാം മനസ്സിലായി. മോനെ രാഹുലേ, 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 അത് രാഹുലല്ല. ഞാൻ പറയുന്നത് നീ കേക്ക്. രാഹുലേ, അപ്പോട്ടാ, എനിക്ക് എന്റെ മോന്റെ ഹൃദയടിപ്പൊന്ന് കേൾക്കണം. മോനെ, നീ സമാധാനപ്പെടും, ഞാൻ കേൾപ്പിച്ചു തരാം. ഡോക്ടർ, അവള് പറഞ്ഞത് കേട്ടോ? മാത്യുവിന്റെ ഹൃദയടിപ്പൊന്ന് അവൾക്ക് കേൾക്കണമെന്ന്. അതിനെന്താ? മക്കളെ, 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 അപ്പോട്ടാ, എന്റെ മോന്, എന്റെ മോനെ, എന്റെ മോനെ, 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 അപ്പോട്ടാ, 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 എന്റെ മോനെ, മോനെ,
നീക്കറിയാതെ നീക്കറിയാതെ എനിക്ക് എന്റെ മോനെ നമ്മുടെ കുഞ്ഞ് മോനെ മോനെ